ജ്യോതിഷാലയത്തേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ ജ്യോത്സ്യൻ വിജയം കൊട്ടു. 1200 മേടമാസം 31 2025 മെയ് മാസം 14 വ്യാഴഗ്രഹ മാറ്റത്തെ പറ്റിയാണ് ഇവിടെ പറയുന്നത്. വ്യാഴഗ്രഹം 2025 മെയ് മാസം 14 രാത്രി 10:55 ഇടവൻ രാശിയിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന വ്യാഴം മിഥുനൻ രാശിയിലേക്ക് മാറുകയാണ്. മിഥുനൻ രാശിയിലേക്ക് മാറുമ്പോൾ ഓരോരോ രാശിക്കാർക്കും എങ്ങനെ ഉണ്ടാവുന്ന അനുഭവങ്ങൾ ഉണ്ടാവും എന്നാണ് നമ്മളോട് ചിന്തിക്കുന്നത്. വ്യാഴം ഏകദേശം 1 വർഷ കാലയളവിലാണ് ഈ മിഥുനൻ രാശിയിൽ സാധാരണ നിൽക്കാറുള്ളത്. പക്ഷേ ഈ പ്രദേശം മാറുന്ന രാശിയിൽ മാറുന്ന വ്യാഴം 10 മാസമേ നിൽക്കുകയുള്ളൂ. ബാക്കി 2 മാസം കർക്കിടക രാശിയിലാണ് സഞ്ചരിക്കുക. എങ്ങനെയെന്ന് വെച്ച് പറഞ്ഞാൽ ഒക്ടോബർ 20 വരയ്ക്കും മിഥുനത്തിലും ഒക്ടോബർ 20 ശേഷം കർക്കിടകത്തിലും. ഒക്ടോബർ 20 ശേഷം പറഞ്ഞാൽ ഡിസംബർ ജനുവരി 2 മാസ കാലയളവിൽ കർക്കിടക രാശിയിൽ നിന്ന് വീണ്ടും ജനുവരി ലാസ്റ്റോടുകൂടി വീണ്ടും മിഥുന രാശിയിലേക്ക് പ്രവേശിക്കുന്നുണ്ട്. വക്രഗതിയോടുകൂടി മിഥുന രാശിയിലേക്ക് പ്രവേശിക്കുന്നുണ്ട്. അപ്പോൾ 10 മാസ കാലയളവിലാണ് പറഞ്ഞത്. 2 മാസം കർക്കിടക രാശിയിൽ നിൽക്കുന്നു എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഈ 2 മാസം കർക്കിടക രാശിയിൽ നിൽക്കുന്നതും അതിൻ്റെ കൂടാതെ തന്നെ ഈ 10 മാസം മിഥുന രാശിയിൽ നിൽക്കുന്നതിനെ പറ്റിയും ഒരു വീഡിയോ, അതായത് ഓരോ രാശിക്കാർക്കും എങ്ങനെയുണ്ടാവും എന്നുള്ള ഓരോരോ ഫലങ്ങളാണ് പറയുന്നത്. നമ്മൾക്ക് ആദ്യം തന്നെ അടുത്ത രാശിയിലേക്ക് പോകും. ഏത് രാശിക്കാർക്കാണുള്ളത്? മിഥുന രാശിക്കാർക്ക് നോക്കുകയാണെങ്കിൽ, അതായത് മഹീരത്തിന്റെ അവസാനത്തെ പകുതി ഭാഗവും തിരുവാതിരി പുണർദത്തിന്റെ ആദ്യത്തെ 3/4 ഭാഗവും കൂടി ചേരുന്ന മിഥുനക്കൂറുകാർക്ക് ഇതുവരെ വ്യാഴം 12-ലായിരുന്നു, അതായത് വ്യയസ്ഥാനമായ 12-ൽ ആയിരുന്നു സഞ്ചരിച്ചുകൊണ്ടിരുന്നത്. ഇനി മുതൽ അത് ജന്മമായിട്ടുള്ള, അതായത് രാശിയായിട്ടുള്ള സ്വന്തം മിഥുനത്തിലേക്ക് തന്നെയാണ് പ്രവേശിക്കുന്നത്. അപ്പോൾ മിഥുനത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ കണ്ടകവ്യാഴൻ എന്നും ജന്മവ്യാഴം എന്നും പറയാറുണ്ട്. ജന്മവ്യാഴം എന്ന് വെച്ച് പറഞ്ഞാൽ ജന്മത്തിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന വ്യാഴവും, കണ്ടകം എന്ന് പറഞ്ഞാൽ 1, 4, 7, 10 ഇതാണ് കണ്ടകം എന്ന് പറയുന്നത്. അപ്പോൾ കണ്ടകവ്യാഴനും കൂടിയാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ കണ്ടകവ്യാഴനും ജന്മവ്യാഴനും ജന്മത്തിൽ വരികയാണെങ്കിൽ ജന്മവ്യാഴം ദോഷം തന്നെയാണ് എന്നാണ് സൂചിപ്പിക്കുന്നത്. ജന്മവ്യാഴം അതുപോലെ തന്നെ ജന്മശനി എന്നൊക്കെ പറയുന്നത് ദോഷം തന്നെ. ജന്മത്തിൽ ശുഭഗ്രഹങ്ങൾ വന്നു കഴിഞ്ഞാൽ ശുഭമാണ് എന്ന് പ്രശ്നത്തിൽ പറയാറുണ്ടെങ്കിലും ചാരവശാൽ അങ്ങനെയല്ല. ചാരവശാൽ ജന്മത്തിൽ പാപകരങ്ങളല്ല, ശുഭകരങ്ങളല്ല, ഏത് ഗ്രഹങ്ങൾ വന്നാലും ജന്മത്തിൽ ചില പ്രത്യേക ഗ്രഹത്തിൽ ശുക്രൻ വന്നാൽ ഗുണമാണ്, അതുപോലെ തന്നെ ബുധൻ വന്നാൽ ഗുണമാണ്. പക്ഷെ വ്യാഴത്തിന് പുറത്തു വരയ്ക്കും, അല്ലെങ്കിൽ വ്യാഴത്തിനെ വിശേഷിപ്പിക്കുന്ന വഴിക്കും ധനത്തിൻ്റെയും കുടുംബത്തിൻ്റെയും വാക്കിൻ്റെയും സ്വർണത്തിൻ്റെയും സന്താനങ്ങളുടെയും കാരകനായിട്ടുള്ള വ്യാഴം ജന്മത്തിൽ വരുമ്പോൾ എന്താണെന്ന് വെച്ച് പറഞ്ഞാൽ ജന്മവ്യാഴം പല വിധത്തിലുള്ള ബുദ്ധിമുട്ടുകളെ സ്വയം സൃഷ്ടിക്കും എന്നാണ് പറഞ്ഞത്. സ്വയം സൃഷ്ടിക്കുക എന്ന് വെച്ച് പറഞ്ഞാൽ അവൻ തന്നെ പ്രശ്നങ്ങളിലേക്ക് പോകാനുള്ള വഴികളുണ്ട്. അപ്പോൾ ജന്മത്തിൽ എന്ന് പറയുമ്പോൾ നമ്മുടെ ശരീരത്തിൽ പ്രവേശിക്കുന്നതിന് തുല്യമാണ് ജന്മത്തിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുമ്പോൾ എന്ന് പറയും. ഇപ്പോൾ ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ ശനി കുംഭത്തിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ജന്മശനി എന്ന് പറയാറുണ്ട്. അപ്പോൾ ശനി തലയിൽ കൂടെ നടന്നുകൊണ്ടിരിക്കുന്നു, അതുപോലെ തന്നെ ജന്മം വ്യാഴം തലയിൽ കൂടെ നടന്നുകൊണ്ടിരിക്കുന്നു. അപ്പോൾ തല സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾക്ക്, കുറച്ച് അസുഖങ്ങൾക്കും മറ്റുള്ള കാര്യങ്ങൾക്കുണ്ട്. പിന്നെ കാരകത്വം കൊണ്ട് നോക്കുകയാണെങ്കിൽ കുടുംബത്തിൽ കലഹങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത, സന്താനങ്ങളുടെ വഴിതെറ്റിപ്പോക്കുകൾ കാരണം കൊണ്ട് മനോവസ്ഥകൾ ഉണ്ടാകാനുള്ള സാധ്യത, അതുപോലെ തന്നെ അനാവശ്യ ചെലവുകൾ ഉണ്ടാകാൻ സാധ്യത, സ്ഥാനഭ്രംശങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത. സ്ഥാനഭ്രംശം എന്ന് വെച്ചാൽ സ്വയം ഇരിക്കുന്ന അവിടെ നിന്ന് മാറുക, അല്ലെങ്കിൽ തൊഴിൽ വിട്ടിട്ട് വേറെ ഏതെങ്കിലും സ്ഥലത്തിലേക്ക് പോവുക, അല്ലെങ്കിൽ തൊഴിൽ തന്നെ വേറെ തൊഴിലിലേക്ക് തിരിയുക, അല്ലെങ്കിൽ ബിസിനസ്സിനെ പറ്റി ചിന്തിക്കുക, പുതിയ ബിസിനസ്സിനെ പറ്റി ചിന്തിക്കുക. അപ്പോൾ ധനങ്ങളെല്ലാം ഉണ്ടെങ്കിൽ ഇതുവരെ 12-ാം ഭാവത്തിൽ നിൽക്കുന്ന വ്യാഴം ഒരുപാട് ധനത്തിനെ ക്ഷയിപ്പിച്ചിട്ടുണ്ട് എന്നുള്ളത് ഞാൻ പറയാതെ തന്നെ അനുഭവത്തിൽ നിന്നുകൊണ്ട് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. എന്നിരുന്നാലും ഇനിയും കുറേ ബാലൻസ് ഉള്ള, അതായത് പോയ തിരിച്ചു കടത്തെ പിടിച്ചു നിർത്തുവാൻ അല്ലെങ്കിൽ പിടിച്ചെടുക്കുവാനുള്ള വഴി എന്താണ് എന്ന് ചിന്തിച്ചു പോകുന്ന ഒരു സമയം കൂടിയാണ്. അതാണ് അവനവൻ സ്വയം വരുത്തി വയ്ക്കുന്ന വിനയാണ് എന്ന് പറയുന്നത്. അപ്പോൾ ജന്മത്തിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന വ്യാഴം പല ദുർബുദ്ധികളെയും ദുഷ്ടബുദ്ധികളെയും ചില അസൂയപരമായിട്ടുള്ള ചില ചീത്ത സ്വഭാവങ്ങളിലേക്കും ചൂതുകളി എന്നുള്ള സ്ഥലത്തേക്കും അതുപോലെ തന്നെ പെട്ടെന്ന് ധനം വരാനുള്ള മാർഗങ്ങളെ പറ്റിയും ചിന്തിച്ചുകൊണ്ടിരിക്കും എന്നാണ് പറയുന്നത്. പെട്ടെന്ന് ധനം വരാമെന്ന് വെച്ച് പറഞ്ഞാൽ അതിനുള്ള മാർഗങ്ങൾ ഒരുപാട്
മാർഗങ്ങളുണ്ട്. പക്ഷേ നിയമസംബന്ധമായിട്ട് ഒരിക്കലും പെട്ടെന്ന് ധനം വരുവാനുള്ള സാധ്യതയില്ല. പിന്നെയുള്ളത് ഭാഗ്യം, ലോട്ടറി ഭാഗ്യങ്ങളാണ്. കുറി, ലോട്ടറി കുറി അങ്ങനെയുള്ള ഭാഗ്യങ്ങളാണ്. കുറി നടത്തുക, അങ്ങനെയുള്ള ചിന്തകളൊക്കെ ഒരുപാട് വരും. അതായത് ഇപ്പോൾ പെട്ടെന്ന് ഒരു പ്രഭാതത്തിൽ അവനവൻ തന്നെ ചിന്തിക്കണം, നമ്മൾ ഇപ്പോൾ ഒരു ലോട്ടറി കട തുടങ്ങിയാലോ. ലോട്ടറി കട തുടങ്ങിക്കഴിഞ്ഞ് പറഞ്ഞാൽ അതിൽ ചിലപ്പോൾ ഫസ്റ്റ് പ്രൈസ് എല്ലാം വീഴും എന്ന് നമുക്ക് പെട്ടെന്ന് ധനകാരനാകാം. ചിലപ്പോൾ ബാക്കി വന്ന ടിക്കറ്റുകളിലൊക്കെ ഒന്ന് വീഴുവാനുള്ള യോഗങ്ങൾ അങ്ങനെ സ്വയം സങ്കല്പിച്ചുകൊണ്ടിരിക്കും. അത് സ്വയം സങ്കല്പിക്കുന്നതിനാണ് ജന്മവ്യാഴം എന്ന് പറയുന്നത്. ഈ ജന്മവ്യാഴത്തിന് എന്താ കുഴപ്പമില്ല, സ്വയം സങ്കല്പിക്കാൻ, ചിന്തിപ്പിക്കുക. വിദ്യാബുദ്ധി ധനകുടുംബകാരക ഗുരു എന്നാണ് പറയുന്നത്. അപ്പോൾ ബുദ്ധിനെയും ബാധിക്കും, ചിത്തബുദ്ധികൾ ഇതിനെ കൊണ്ടുവരും. ധനം എങ്ങനെ ചിലവാക്കാം അല്ലെങ്കിൽ എങ്ങനെ നശിപ്പിക്കാം എന്നുള്ള ചിന്തകളെ പറ്റി ചിന്തിപ്പിക്കുന്ന പറയുന്നത്. അപ്പോൾ വളരെ സൂക്ഷിക്കേണ്ട ഒരു സമയം തന്നെയാണ് ഇപ്പോഴും എന്ന് പറയുന്നത്. ഈ വ്യാഴത്തിൻ്റെ മാറ്റം 12-ലുള്ള വ്യാഴത്തിനേക്കാൾ ഗുണം ചെയ്യും അല്ല ദോഷം ചെയ്യുമോ ജന്മവ്യാഴം എന്ന് വെച്ച് പറഞ്ഞാൽ ജന്മവ്യാഴം ദോഷം ചെയ്യും. പക്ഷെ 12-ാം ഭാവത്തിൽ വ്യയം സംഭവിക്കുകയാണെങ്കിൽ ഇവിടെ തന്നെ ആൾ തന്നെ ഇല്ലാണ്ടാക്കും. ആൾ തന്നെ ഇല്ലാണ്ടാക്കുമ്പോൾ മരണത്തിലേക്ക് നയിക്കുമെന്നല്ല അതിൻ്റെ അർത്ഥം. സമ്പത്തിനെ ക്ഷയിപ്പിക്കും എന്നാണ് പറയുന്നത്. സമ്പത്ത് പറഞ്ഞാൽ നമ്മൾ സമ്പാദിച്ച ധനത്തിനെ ക്ഷയിപ്പിക്കും എന്നാണ് പറയുന്നത്. അപ്പോൾ സന്താന സംബന്ധമായിട്ടും ധനസംബന്ധമായിട്ടും കുടുംബ സംബന്ധമായിട്ടും സന്താനങ്ങളുടെ വിഷയങ്ങളിലായാലും കുടുംബകാര്യങ്ങളിലായാലും വളരെ ശ്രദ്ധയോടുകൂടി ശ്രദ്ധിക്കണം. ദാമ്പത്യ ബന്ധത്തിൽ അല്ലെങ്കിൽ കുടുംബത്തിൽ ഐക്യത പാലിക്കണം. അതിനുവേണ്ടി പരിഹാര മാർഗങ്ങളിലൂടെ ദൈവാനുഗ്രഹങ്ങളിലൂടെ സഞ്ചരിക്കുക. അതുപോലെ തന്നെ നല്ല നല്ല പ്രവർത്തികളിൽ ഏർപ്പെടുക, നല്ല നല്ല പുസ്തകങ്ങൾ പഠിക്കുക, നല്ല നല്ല ബുദ്ധിപൂർവമായിട്ടുള്ള വീഡിയോകൾ കാണുക. അതുപോലെ തന്നെ ദൈവത്തിലേക്ക് അല്ലെങ്കിൽ ആത്മീയ ചിന്തയിലേക്ക് പോകാനുള്ള ഇപ്പോൾ യൂട്യൂബ് ചാനലുകൾ സമൃദ്ധമാണ്. അതുപോലെ തന്നെ നമുക്ക് എന്ത് സെലക്ട് ചെയ്താലും യൂട്യൂബിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞ് പറഞ്ഞാൽ കിട്ടും. അപ്പോൾ യൂട്യൂബിൽ പലതും ഉണ്ട്. അപ്പോൾ നമ്മൾക്ക് ഇപ്പോൾ വേണ്ടതെന്ന് വെച്ചാൽ ദൈവികപരമായിട്ടുള്ള കാര്യങ്ങളും ദൈവികപരമായിട്ടുള്ള പ്രാർത്ഥനകളും ദൈവാനുഗ്രഹം കിട്ടുവാൻ എന്താ വഴി, അല്ലെങ്കിൽ ജന്മവ്യാഴത്തിനെ ചെറുക്കുവാനുള്ള മന്ത്രങ്ങൾ എന്തൊക്കെയാണ്. അതായത് വ്യാഴത്തിന് സർവേശ്വരണാം ദക്ഷിണേ സസ്യസ്ഥി സാധുന്യ മാസ്മ ദക്ഷിണേ അനുകൂല എന്നാണ് പറയുന്നത്. അപ്പോൾ സർവേശ്വരനായിട്ടുള്ള ഗുരു അതായത് വ്യാഴം മഹാവിഷ്ണു തന്നെയാവുന്നു എന്നാണ് പറയുന്നത്. ശ്രീരാമ അവതാര വിഷ്ണു ഇതര ക്ഷേത്ര ചിന്താക്കുന്നത് ശ്രീരാമ അവതാരങ്ങളിൽ പെട്ടിരിക്കുന്ന അവതാര പുരുഷനായിട്ടുള്ള മഹാവിഷ്ണു തന്നെയാണ്. അപ്പോൾ വിഷ്ണു സങ്കല്പത്തിലുള്ള ശ്രീകൃഷ്ണ സങ്കല്പത്തിലുള്ള ശ്രീരാമ സങ്കല്പത്തിലുള്ള അല്ലെങ്കിൽ വിഷ്ണു അവതാരമായിട്ടുള്ള നരസിംഹമൂർത്തി സംബന്ധമായിട്ടുള്ള അതിന് പിന്നെ പല അവതാരങ്ങളുണ്ട്. ദശാവതാരം എന്ന് വെച്ച് പറഞ്ഞാൽ കൂർമ്മം, മത്സ്യം തൊട്ട് തുടങ്ങണം എന്നാണ് പറയുന്നത്. അപ്പോൾ മത്സ്യം തൊട്ട് തുടങ്ങി കഴിഞ്ഞാൽ മത്സ്യാവതാരം തൊട്ട് തുടങ്ങി എന്നുള്ള പറയുന്നത്. മത്സ്യാവതാരം, ഭൂതാത്മാവതാരം, അങ്ങനെ കൃഷ്ണാവതാരം, രാമാവതാരം, അങ്ങനെ പലവിധ പരശുരാമാവതാരം, അങ്ങനെ ഒരുപാടുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള അവതാര വിഷ്ണു ആയിട്ടുള്ള ഏത് ക്ഷേത്രങ്ങളിൽ പോയിട്ടും തൊഴാം, പ്രാർത്ഥന ചെയ്യാം, മനസ്സിനെ സ്വയം ഇരുത്തി സങ്കല്പിക്കാം, നല്ല ബുദ്ധികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. അതുപോലെ വിഷ്ണു സഹസ്രനാമ ജപം ബുക്കുകൾ വാങ്ങിക്കാൻ കിട്ടും, ചെറുതും വലുതുമായിട്ടുള്ള ബുക്കുകൾ വാങ്ങിക്കാൻ കിട്ടും, അത് ജപം ചെയ്യാം. അതായത് ശരിക്കും പറയുകയാണെങ്കിൽ വളരെ ബുദ്ധിപരമായിട്ടുള്ള ഒരു മനുഷ്യനാണ് എന്നുണ്ടെങ്കിൽ ആ ബുദ്ധിയെ ചെറുത്ത് നിൽക്കണം. അതായത് ഒരു തൊഴിലിൽ ഏർപ്പെട്ടിരിക്കുന്ന ഒരു വ്യക്തി തൊഴിൽ ഇല്ലാത്ത അവസ്ഥ. ഇപ്പോൾ ഒരു ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ ഒരു ഡോക്ടറായിക്കോട്ടെ, അല്ലെങ്കിൽ ഒരു വ്യവസായം ചെയ്യുന്ന അല്ലെങ്കിൽ ഒരു കട നടത്തുന്ന വ്യക്തി ആയിക്കോട്ടെ, ആൾ വന്നാലേ നമുക്ക് ബിസിനസ് നടക്കുകയുള്ളൂ എന്ന് ചിന്തിക്കുന്ന ഒരു വ്യക്തിക്ക് ആൾ വന്നില്ലെങ്കിൽ എന്ത് ചെയ്യും? അപ്പോൾ ചെലവുണ്ടാവില്ല, സാധനങ്ങൾ വിൽക്കാതെ വരും, അല്ലെങ്കിൽ നഷ്ടങ്ങൾ വരും. അപ്പോൾ നമ്മൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? അപ്പോൾ നമ്മളങ്ങനെ ചിന്തിക്കുന്ന സമയത്ത് ദൈവികപരമായിട്ടുള്ള കുറേ കാര്യങ്ങളുണ്ട്. അപ്പോൾ വെറുതെ ഇരിക്കുന്ന സമയത്ത് യൂട്യൂബിൽ വീഡിയോ മൊബൈലിലെടുത്ത് കഴിഞ്ഞ് പറഞ്ഞാൽ പലതും ഉണ്ട്. സിനിമ കാണാം, ഗെയിം കളിക്കാം, പലവിധ രീതിയിലുണ്ട്. പക്ഷേ ഇപ്പോൾ നിങ്ങൾക്ക് വേണ്ടത് ആത്മീയപരമായിട്ടുള്ള ചിന്തയും ബുദ്ധിപരമായിട്ടുള്ള നീക്കങ്ങളും അവനവൻ്റെ ബുദ്ധികളെ പറ്റിയിട്ട് സ്വയം ബിസിനസ്സിനെ എങ്ങനെ ഡെവലപ്പ് ചെയ്യാം. ആത്മീയപരമായിട്ട് ഇപ്പോൾ സമയദോഷമാണോ നമുക്ക് നടന്നുകൊണ്ടിരിക്കുന്നത്? സമയദോഷമാണെങ്കിൽ ആ സമയദോഷത്തിൽ ചേർത്ത് നിൽക്കാൻ എന്തൊക്കെയാണ് വേണ്ടത് എന്നുള്ളത് ആത്മീയപരമായിട്ട് സമയദോഷം ചേർത്ത് നിൽക്കാൻ തീർച്ചയായിട്ടും പറ്റും. അതായത് ലളിത സഹസ്രനാമങ്ങൾ, വിഷ്ണു സഹസ്രനാമം ജപം ദിവസേന 20 മിനിറ്റ് ജപിച്ചു കഴിഞ്ഞാലും
അതുമല്ലാത്തവർ വന്നത് കാലത്തോ വൈകിട്ടോ സന്ധ്യാസമയങ്ങളിൽ ഏത് ഇഷ്ടപ്പെട്ട ദേവന്മാരുടെയും ദൈവമാരുടെയോ ക്ഷേത്രത്തിൽ ജാളി അടിക്കാനല്ല, ഭക്തിയോട്. ഭയം പറഞ്ഞാൽ ഭയം ഉണ്ടെങ്കിലേ ഭക്തി ഉണ്ടാവുള്ളൂ, ഭക്തി ഉണ്ടെങ്കിലേ ഭയം ഉണ്ടാവുള്ളൂ, ഭയം ഉണ്ടെങ്കിലേ പേടി. അത് ഭയമുണ്ടെങ്കിൽ എല്ലാറ്റിനെയും നമ്മൾ ബഹുമാനിക്കാൻ പഠിക്കുകയുള്ളൂ എന്ന് പറയുന്നത്. പേടിയില്ലാത്തവരെന്താ ഒന്നും നോക്കേണ്ട ആവശ്യമില്ല. അപ്പം ഭയമുണ്ടെങ്കിലേ നമുക്ക്, അതാണ് ഭയഭക്തിയോടുകൂടി. പേടിയും വേണം, ഭക്തിയും വേണം. രണ്ടും കൂടി കലർന്ന ഒരു സ്വഭാവ രീതിയിൽ നമ്മുടെ കാര്യങ്ങളെ നീക്കി പോക്കുകയാണെങ്കിൽ ഞാൻ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾക്കെല്ലാം ഉത്തരവുണ്ടാവും. അതുപോലെ തന്നെ ഉള്ള ജോലികളിൽ നിന്നും വേർവിട്ട് പോകാതെ ശ്രദ്ധിക്കണം. അവനവൻ്റെ ജോലി ശരിയില്ല എന്ന് അവനവനും തന്നെ തോന്നുക. മറ്റുള്ളവർ പറയുകയാണ് ഈ ചെയ്യുന്നത് ഇപ്പോൾ ഏറ്റവും വലിയ തെറ്റാണ് എന്ന് പറയുമ്പോൾ ആ തെറ്റിലേക്ക് തന്നെ നീങ്ങിക്കൊണ്ടിരിക്കുക. അത് അപ്പോൾ എന്തായാലും അർത്ഥം അവരുടെ സമയദോഷമാണ്. അപ്പോൾ അത് സ്വയം മനസ്സിലാക്കാനുള്ള വഴികൾ ഇഷ്ടം പോലെ ഉണ്ട്. നമ്മൾക്ക് ഇന്നത്തെ ദിവസം എങ്ങനെ ഉണ്ടായിരുന്നു, നാളത്തെ ദിവസം ഉണ്ടായിരുന്നു, അങ്ങനെ ഒരു 10 ദിവസം നമ്മൾ സങ്കല്പിച്ച് നോക്കുക. നമ്മുടെ സമയം നല്ലതാണോ ചീത്തയാണോ എന്നുള്ളത്. അല്ലെങ്കിൽ സ്വയം ജാതകം ഒരു ഗുരുനാഥൻ്റെ അടുത്തോ അല്ലെങ്കിൽ ജ്യോത്സ്യന്മാർ ഗുരുനാഥന് പറയാം, അവരുടെ അടുത്ത് പോയി ജ്യോതിഷപരമായിട്ടുള്ള ഇതിൽ പരിഹരിച്ച് ജാതകത്തിൽ സമയങ്ങൾ എങ്ങനെയുണ്ട്, ദശാകാലങ്ങൾ എങ്ങനെയുണ്ട്, ചാരവസാലുള്ള സമയങ്ങൾ എല്ലാം വിലയിരുത്തി അതിനുണ്ടായിട്ടുള്ള പരിഹാരങ്ങൾ നമുക്ക് ചെയ്തു തീർക്കാൻ പറ്റുമെന്ന് പറയുന്നത്. അപ്പോൾ ജന്മത്തിൽ നടക്കുന്ന വ്യാഴം കർമ്മസ്ഥാനത്തെ ബാധിക്കുകയോ വെച്ച് പറഞ്ഞാൽ തൊഴിൽ സ്ഥാനത്തെ ബാധിക്കും, തീർച്ചയായിട്ടും ബാധിക്കും. നമ്മൾ ചെയ്യുന്ന എല്ലാ പ്രവർത്തികളെയും ബാധിക്കും. നമ്മൾ എന്തൊക്കെയാണ് ചെയ്യുന്നത്, ഭക്ഷണം കഴിക്കുന്നുണ്ടോ, അപ്പോൾ അമിത ഭക്ഷണം കഴിച്ചു പറഞ്ഞാൽ അത് ബാധിക്കും. ചിലപ്പോൾ കൊളസ്ട്രോളുള്ള ഭക്ഷണങ്ങളായിരിക്കും ചിലപ്പോൾ നമുക്ക് ഈ സമയത്ത് വേണമെന്ന് തോന്നുന്നത്. അപ്പോൾ കൊളസ്ട്രോൾ കൂടിക്കഴിഞ്ഞാൽ എന്താവും, അറ്റാക്ക് സംബന്ധമായിട്ടുള്ള, ബ്ലോക്ക് സംബന്ധമായിട്ടുള്ള അങ്ങനെയുള്ള കാര്യങ്ങൾ വന്നു പെടും. അപ്പോൾ ഭക്ഷണ സംബന്ധമായി നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ, ഇപ്പോൾ ഭക്ഷണ രീതി നിയന്ത്രണമാക്കുക, അത്യാവശ്യത്തിന് ചെയ്യേണ്ട ഇപ്പോൾ ചെയ്തു വരുന്ന അതേ ലെവലുകളിൽ തന്നെ പോയിക്കൊണ്ടിരിക്കുക. ഇതുവരെ ദൈവികപരമായിട്ടുള്ള ചിന്തകളിലോ പ്രാർത്ഥനകളിലോ ഏർപ്പെട്ടില്ലെങ്കിൽ പ്രാർത്ഥനകളിൽ ഏർപ്പെടുക. ഈശ്വരചിന്തയെ നന്നായിട്ട് ഉദാരചിത്രമായി ചിത്രീകരിക്കുക എന്നൊക്കെ പറയുന്നത്. ഇപ്പോൾ ഉദാഹരണത്തിന് എൻ്റെ വിഷയം ഞാൻ തന്നെ പറയാം. ഞാനിപ്പോൾ ഒരു ഓഫീസിൽ ഇരിക്കുകയാണ്. ആ വ്യക്തികളിങ്ങനെ ഓരോന്ന് കൊണ്ടുവന്നിരിക്കുന്നു. നമുക്ക് സമയം പോകുന്ന അറിയില്ല, അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു. അല്ലാത്ത പക്ഷമാണ് ഇപ്പോൾ ഒരു വ്യക്തികൾ ആരും ഇല്ല എന്ന് പറയും, 1 മണിക്കൂർ നമുക്ക് പറയുകയാണ്, നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ചിലപ്പോൾ നമ്മൾ യൂട്യൂബുകളിൽ നമ്മൾ അപ്ലോഡ് ചെയ്ത സാധനങ്ങൾ എല്ലായിടത്തും നോക്കും. അത് കഴിഞ്ഞ് പിന്നെ എന്ത് ചെയ്യും? അപ്പോൾ നമ്മൾ പെട്ടെന്ന് നോക്കും നമുക്കിപ്പോൾ എങ്ങനെയുണ്ട് എന്നുള്ള കാര്യങ്ങൾ നോക്കിയിട്ട് അവനവൻ നിശ്ചയിക്കാൻ പറ്റും. നമുക്കിപ്പോൾ എന്തെങ്കിലും ദോഷമുണ്ടോ ഒന്ന് നോക്കിക്കഴിഞ്ഞ് പറഞ്ഞാൽ ഇന്ന അപകാരമാണ് നടക്കുന്നത്, അല്ലെങ്കിൽ ഇന്ന ദശാകാലമാണ് നടക്കുന്നത്, ചാരവസം അല്ലെങ്കിൽ എങ്ങനെയാണ് നടക്കുന്നത്, അങ്ങനെ ചിന്തിച്ച് കഴിയുമ്പോൾ നമ്മൾ സ്വയം ആ ഭക്തന്മാർഗത്തിലേക്ക് പോകണം. അപ്പം നമ്മൾ ആ ഭക്തിയിലൂടെ പോകുന്ന സമയത്ത് സമയം പോണതറിയില്ല. അപ്പോഴേക്ക് വേറൊരാൾ വരുന്നു. അങ്ങനെയുള്ള ഒരു സമയത്തിലേക്ക് ഞാൻ പോകും. ചിലപ്പോൾ നമുക്ക് കാലത്ത് തൊട്ടിട്ട് വൈകുന്നേരം വരയ്ക്കും ബുദ്ധിമുട്ടാണ്, തിരക്കാണ്, ജപിക്കാൻ സമയം കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ കാലത്ത് അത് കഴിഞ്ഞിട്ടുള്ള ജോലി മതി. അല്ലെങ്കിൽ വൈകുന്നേരത്ത് കുറി കഴിഞ്ഞ് സന്ധ്യാജപമാകാം, കാലത്തന്നെ വേണമെന്നില്ല, സന്ധ്യാജപമാകാം. ഉപാസന ചെയ്യുന്നവർ എന്തായാലും പുലർച്ചെ കാലത്ത് ചെയ്യുമോ ഉപാസന ചെയ്യുന്നവർ? ഉപാസന വേറെ, ഈ പ്രാർത്ഥന വേറെ എന്നുള്ളത് പറയുന്നത്. ഉപാസന നല്ലൊരു ഇതാണ്. കാരണം നിത്യേന ഉപാസന, ദേവീ ദേവന്മാരെ ഉപാസനയുള്ളവർക്ക് ഇതിനെ അതിജീവിക്കാൻ പറ്റും എന്നാണ് പറയുന്നത്. അപ്പം അങ്ങനെയുള്ള ചിന്താഗതികളോടുകൂടി പോവുകയാണെങ്കിൽ ഈ മിഥുനക്കൂറുകാർക്ക് ജന്മവ്യാഴിൽ നിന്ന് ദോഷം അകറ്റി നേരിടാം എന്നാണ് പറയുന്നത്. അപ്പോൾ തൊഴിലിനെ ബാധിക്കും, സന്താനങ്ങളെ ബാധിക്കും, കുടുംബത്തെ ബാധിക്കും, ഉള്ള ധനത്തിനെയും കുടുംബത്തിനെയും എല്ലാം നശിക്കാനുള്ള ഒരു ത്രാണിയുള്ളൊരു ജന്മവ്യാഴനാണ് വന്നിരിക്കുന്നത്. 10 മാസമേ നമുക്ക് കിട്ടുന്നുള്ളൂ. അത് നോക്കണം, 10 മാസമേ നമുക്ക് കിട്ടുന്നുള്ളൂ. 1 വർഷം പൂർണ്ണമായിട്ടില്ല, 10 മാസമേ കിട്ടുന്നുള്ളൂ. ഞാൻ നേരത്തെ പറഞ്ഞു വക്രഗതിയും സ്വയഗതിയോടുകൂടി കർക്കിടകത്തിലേക്ക് പോകും. വക്രഗതിയോടുകൂടി വീണ്ടും മിഥുന രാശിയിലേക്ക് വരുമ്പോൾ 2 മാസം കർക്കിടക രാശി നമുക്ക് മിഥുന രാശിയിൽ നിന്നും 2ാം ഭാവമായിട്ടുള്ള കർക്കിടക രാശിയിൽ 2 മാസം കിട്ടുന്നുണ്ട്. ആ 2 മാസത്തെ നമുക്ക് നല്ല ചിന്തിക്കാം. ചിന്തിച്ച് കഴിഞ്ഞ് പറഞ്ഞാൽ ഗുണപരമായിട്ടുണ്ടാവും. കർക്കിടക രാശിയിലേക്ക് വരുന്നത് ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഇന്ന മാസം തൊട്ട് ഇന്ന മാസം വരയ്ക്കാം, 2 മാസം. ആ 2 മാസം ധനസ്ഥാനത്ത് വരുമ്പോൾ അത് വളരെ ഉപകാരപരമായിരിക്കും, ധനകുടുംബ കാര്യങ്ങൾ സാധിക്കും. അപ്പോൾ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ എന്താ വെച്ച് പറഞ്ഞാൽ അപ്പോൾ ചെയ്ത് തീർക്കുക. വീണ്ടും ജന്മത്തിലേക്ക് തന്നെ വരും. പിന്നെ ഏകദേശം ഒരു 4-5 മാസം നിന്നിട്ട് വീണ്ടും മാറും. ആ മാറുന്ന സമയത്തുള്ള ഒരു മാറ്റങ്ങൾ പിന്നീട് വരും. അപ്പോൾ ഇങ്ങനെ ചിന്തിക്കുന്നവർക്ക് വിഷ്ണു സഹസ്രനാമം, വിഷ്ണു വാസ സംബന്ധമായിട്ടുള്ള ക്ഷേത്രങ്ങളിൽ ദർശനം നൽകുക.
ഭക്തിപരമായിട്ടുള്ള ഇതിൽ കൊള്ളുക. ഗുരുക്കന്മാരോട് പറ്റുകയാണെങ്കിൽ പഴയ ഗുരുക്കന്മാരെ എല്ലാം കണ്ട് അവരുമായിട്ട് വർത്തമാനം പറഞ്ഞ് പുതിയ കാര്യങ്ങളെ പറ്റി പഠിക്കാനുള്ള അറിവുകളൊക്കെ നേടുക. ബുദ്ധിപരമായിട്ടുള്ള നീക്കങ്ങൾ, നല്ല ബുദ്ധിപരമായിട്ടുള്ള നീക്കങ്ങൾ കൊണ്ടുപോകുക. ദുഷ്വൃത്തിയാണ് നമുക്ക് വരുന്നതെങ്കിൽ, ഇപ്പോൾ നമ്മളിപ്പോൾ എന്തെങ്കിലും ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ ആ ചിന്ത നമുക്ക് ദോഷമാണ് എന്ന് കണ്ടില്ല അപ്പോൾ തന്നെ അതിനെ ഒഴിവാക്കുക. ആ ഒഴിവാക്കിയിട്ട് വേറെ ഒരു കാര്യത്തിൽ പോവുക. വേറൊരു കാര്യത്തിൽ പോകാൻ പറഞ്ഞാൽ നിസ്സാര കാര്യമല്ല. അതായത് ഇപ്പോൾ ടെൻഷൻ അടിച്ചിട്ട് ഇരിക്കുകയായിരിക്കും. ആ ടെൻഷൻ മാറാൻ നമ്മൾ എന്താ ചെയ്യാമെന്ന് ആലോചിക്കും. അപ്പോൾ നമ്മൾ സ്വയം നമ്മൾക്ക് ഇൻട്രസ്റ്റ് ഉള്ള ഒരു കാര്യത്തിലേക്ക് പോയി കഴിഞ്ഞാൽ ആ ഇൻട്രസ്റ്റ് ആയിരിക്കും. ആ ഇൻട്രസ്റ്റ് പറഞ്ഞാൽ നമ്മൾ ഏതിനാണ് ഇൻട്രസ്റ്റ് കാണിക്കുന്നത് ആ ഇൻട്രസ്റ്റിലേക്ക് പോയി കഴിഞ്ഞാൽ ആ ഭാഗത്ത് നമുക്ക് രക്ഷപ്പെടാൻ പറ്റുന്ന പറയുന്നത്. ഇപ്പോൾ ഉദാഹരണത്തിന് നമുക്ക് അഭിമുഖീകരിക്കാൻ പറ്റുന്ന ഒരാളായിരിക്കും പെട്ടെന്ന് നേരിട്ട് വരുന്നത്. നമ്മൾ പെട്ടെന്ന് അയാൾ കണ്ടിട്ടുമില്ല, നമ്മൾ കാണുകയും ചെയ്തു. ആ പെട്ടെന്ന് മറിഞ്ഞിരിക്കാൻ തോന്നുന്നില്ല, അല്ലെങ്കിൽ അയാൾ പോണ വരയ്ക്ക് അവിടേക്ക് സൈഡിൽ ഒതുങ്ങി നിൽക്കാൻ തോന്നും. അങ്ങനെയാണ് നമ്മൾ രക്ഷപ്പെടാനുള്ള മാർഗങ്ങൾ നോക്കുക. അപ്പോൾ പൊതുവേ ഉള്ള പറയുന്നതാണെങ്കിൽ ജന്മന ഉള്ള കാരണം കൊണ്ട് അവനവൻ താമസിക്കുന്നതിൻ്റെ പരിസരത്തും അവനവൻ വർക്ക് ചെയ്യുന്നതിൻ്റെ പരിസരത്തും ഉള്ള ആളുകളെ വെറുപ്പിക്കാതെ നോക്കുക. അതുപോലെ അവരോട് സഹകരണമായി പെരുമാറാൻ നോക്കുക. ഇതൊക്കെയാണ് വേണ്ടത്. പിന്നെ ഭക്തിപരമായിട്ടുള്ള കാര്യങ്ങളിൽ ഏർപ്പെട്ട് കാലത്തെ തള്ളി നിർത്തുക. ജന്മവ്യാഴത്തിന് തള്ളി നിർത്തും എന്ന് പറയും. നമസ്കാരം.